തൃപ്രയാർ ക്ഷേത്രവാദ്യകല ആസ്വാദക സമിതി നൽകി വരുന്ന മുതിർന്ന കലാകാരന്മാർക്കുള്ള ശ്രീരാമപാദ സുവർണമുദ്ര പുരസ്കാരം തിമില വാദ്യകലാ വിദ്വാൻ കേളത്ത് കുട്ടപ്പൻ മാരാർക്ക് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലത്ത് പുരസ്കാരം കൈമാറി. വാദ്യകലകളിലേക്കുള്ള വാദ്യകല അഭ്യസിച്ച് മുന്നേറാനുള്ള നമ്മുടെ യുവതിയുടെ മനസ്സും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ക്ഷേത്ര വാദ്യകല ആസ്വാദക സമിതി എന്ന പേരിൽ കഴിഞ്ഞ 28 വർഷമായി തൃപ്രയാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ റോൾ, അവരുടെ കർത്തവ്യവും കടമയും നാം മനസ്സിലാക്കുന്നത്. ക്ഷേത്ര മുറ്റത്ത് നിന്ന്, ക്ഷേത്രാങ്കണങ്ങളിൽ നിന്ന് യുവത വഴിതെറ്റുമ്പോൾ അവരെ ക്ഷേത്രമുറ്റത്തെത്തിക്കുക, ക്ഷേത്ര വാദ്യ കലകളെ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുക. കൊച്ചിൻ ദേവസ്വം ബോർഡും ഇതുപോലെ ഒരു പദ്ധതിക്ക്, പരിപാടിക്ക് തുടക്കം കുറിക്കുകയും കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനൊരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വാദ്യ കലാ ക്ഷേത്രം എന്ന പേരിൽ വാദ്യ കലകൾ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ എടുത്തിട്ടുണ്ട്. ആസ്വാദക സമിതി ചെയർമാൻ PG നായർ അധ്യക്ഷനായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രസിദ്ധ വാദ്യകലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വാദ്യകല ആസൂത്രണം ചെയ്തിരിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നവമി ദിവസത്തോടെ നമ്മുടെ വാദ്യകലയുടെ പരിപാടി ഈ വർഷത്തെ സമാപനം കുറിക്കുകയാണ്. 23 വർഷമായി ഏകാദശിക്ക് പൊലിമ പകരുന്ന ഈ തൃപ്രയാർ വാദ്യകല ആസ്വാദ സമിതിക്ക് നിർഭാഗ്യമെന്ന് പറയട്ടെ, നാളിതുവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും അഫിലിയേഷൻ കിട്ടിയിട്ടില്ല. അത് ഈ സന്ദർഭത്തിൽ നമ്മുടെ ബോർഡ് മെമ്പറിന് മുമ്പാകെ നമ്മൾ ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണ്. ഇനിയെങ്കിലും ക്ഷേത്രവാദ്യകല ആസ്വാദ സമിതിയെ പരിഗണിക്കണം. അവർ ചെയ്യുന്ന പ്രവൃത്തി ഏകാദശിയുടെ പ്രഗൽഭം കൂട്ടുക എന്നല്ലാതെ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ പ്രശസ്തി പത്രം കൈമാറി. പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് വിദ്യാധരൻ, കിഴക്കൂട്ട് അനിയന്മാരാർ, പരക്കാട് തങ്കപ്പൻ മാരാർ എന്നിവരെ അദ്ദേഹം ആദരിച്ചു. ആസ്വാദക സമിതി ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, UP കൃഷ്ണനുണ്ണി, P ശശിധരൻ, C പ്രേംകുമാർ, P മണികണ്ഠൻ, NK ചിദംബരം എന്നിവർ പ്രസംഗിച്ചു.